അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഓരോ മനുഷ്യനെടുത്ത് പരിശോധിച്ചാലും അവർക്കൊക്കെ അവരുടേതായ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന്. അതങ്ങനെയാണ്, നമുക്ക് നമ്മുടെ പ്രശ്നമാണ് വലുത്. പക്ഷേ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രയാസവും ഓരോ വിഷമവും ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരിക്കും. നമ്മൾ പലപ്പോഴും പല ആളുകളെയും കുറിച്ച് വിലയിരുത്തുക, അവന് എന്താണ് കുറവ്, അവൾക്ക് എന്താണ് കുറവ്, നല്ല വീടില്ലേ, നല്ലൊരു ഭാര്യയില്ലേ, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവില്ലേ, നല്ല മക്കളില്ലേ, കാറില്ലേ, നല്ല സമ്പത്തില്ലേ, എന്തിൻ്റെ കുറവാണുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പല ആളുകൾക്കും അവരുടെ മനസ്സിനകത്ത് നമ്മളറിയാത്ത അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രയാസങ്ങളുണ്ടാകും, ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നമില്ലാത്ത ഒരാളെ ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പലപ്പോഴും നമുക്ക് വലുത് നമ്മുടെ പ്രയാസമായിരിക്കും, നമ്മുടെ വിഷമമായിരിക്കും. അവർക്ക് വലുത് അവരുടെ പ്രയാസമായിരിക്കും. നാം ചിന്തിക്കുക, പടച്ചോനെ ഞാനാണ് ഭയങ്കര ബുദ്ധിമുട്ടിലുള്ളത്, ഞാൻ ഭയങ്കര പ്രയാസത്തിലാണല്ലോ, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കരുതും അംബാനി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ സമ്പന്നൻ അംബാനിക്ക് എന്താണ് കുഴപ്പമുള്ളത്, കാണുമ്പോൾ വലിയ വീടുണ്ട് അല്ല, അംബാനിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വീടുള്ളത് അംബാനിക്കാണ്, വലിയ സമ്പന്നനാണ്. അംബാനിയുടെ മകൻ്റെ കല്യാണം അടുത്ത ദിവസം നടന്നു. ആ കല്യാണത്തിന് ചിലവഴിച്ചത് 5000 കോടിയാണ്, 10000 കോടിയാണ് എന്നൊക്കെ പറയുന്നു. 5000 കോടി ചിലവഴിച്ചിട്ട് കല്യാണം നടത്തുന്നു. അതിൽ ഈ ഇന്ത്യയിലെ മുഴുവൻ സെലിബ്രിറ്റികളും വലിയ വലിയ പൗരപ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും പല രാജ്യങ്ങളിലെ മന്ത്രിമാരും മറ്റുമൊക്കെ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് അംബാനിൻ്റെയൊക്കെ ഒരു സുഖല്ലേ. പക്ഷേ അംബാനിക്ക് അംബാനിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. അംബാനിൻ്റെ മകൻ ആ കല്യാണത്തിനിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചെറുപ്പം മുതലേ ഒരുപാട് പ്രയാസം. അംബാനിൻ്റെ മകൻ കയ്യിൽ 100 കോടിൻ്റെ വാച്ച് കെട്ടിയിട്ടുണ്ട്. വലിയ സമ്പന്നതയിൽ ജീവിക്കുന്ന ആ മകൻ തന്നെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഈ മുകേഷ് അംബാനിക്കും ഭാര്യയുടെയും വലിയൊരു പ്രയാസമായിരുന്നു. ചെറുപ്പത്തവർക്ക് വിവാഹം കഴിഞ്ഞ് 7 വർഷം വരെ കുട്ടികളുണ്ടായില്ല. അതുവരെ കുട്ടികളില്ലാത്തത് അവരുടെ മനസ്സിന് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു, വലിയൊരു വിഷമമായിരുന്നു. പിന്നീട് 2 കുട്ടികളുണ്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അടുത്ത കല്യാണം കഴിഞ്ഞ് ഈ ആനന്ദ് അംബാനി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ജനിക്കുന്നു. അവൻ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് പൊണ്ണത്തടി ഉണ്ടാവുന്നു. തടി കാരണം അവൻ വല്ലാത്ത പ്രയാസത്തിലാവുന്നു. കുട്ടികൾ അവനെ കളിയാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്ക് വലിയ വിഷമമാവുന്നു, വേദനയാകുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിലും ഉണ്ട് ധാരാളം പ്രശ്നങ്ങൾ. ഇങ്ങനെ ഓരോ സമ്പന്നരുടെയും കഥയെടുത്ത് നോക്കിയാൽ ഇതുപോലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ അടുത്ത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു ട്രെയിനറുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ അയാൾ ചോദിക്കുന്നുണ്ട്, അയാൾ വലിയ ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മുമ്പിലുള്ള എല്ലാവരും നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട ടൈയൊക്കെ അണിഞ്ഞ നല്ല ബിസിനസ്സുകാരാണ്, വലിയ ബിസിനസ്സുകാർ. അവരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കുടുംബജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷമുള്ള ആളുകൾ കൈവക്കൂ എന്ന് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന പല ആളുകളും കൈവക്കുന്നില്ല. വലിയ ബിസിനസ്സുകാരാണ്, പക്ഷെ അവരുടെ കുടുംബജീവിതത്തിൽ അവർ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സെലിബ്രിറ്റികളായി കാണുന്ന, ചിലപ്പോൾ നമ്മളിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നവരായി കാണുന്ന പല ആളുകളും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും. ഇപ്പോൾ അടുത്ത് ഈ സിനിമാ നടൻ സിദ്ദീഖിൻ്റെ മകൻ മരണപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മകനുണ്ട്, മകന് ചെറിയ പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകും. സിദ്ദീഖിന് എക്കാലവും ഈ മകനെക്കുറിച്ച് വലിയ വേദനയുണ്ടായിരുന്നു, വലിയ വിഷമമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെ നാം ഭയങ്കര സംഭവമായി മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഓരോരോ പ്രയാസങ്ങൾ. പക്ഷെ നമുക്കെപ്പോഴും നമ്മുടെ പ്രയാസം വലുതായി തോന്നും എന്നുള്ളതാണ്. ഏതായാലും പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ പ്രയാസങ്ങൾ മാറാൻ എല്ലാ ബുദ്ധിമുട്ടും റബ്ബ് മാറ്റിത്തരുമെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹ് മാറ്റിത്തരും. ഇന്ദ തന്നെ അബ്ദി ബി എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണ് വിചാരിക്കുന്നത്? പ്രയാസങ്ങൾ മാറ്റി നൽകുന്നവനാണ് എന്നാണോ നമ്മൾ നമ്മുടെ റബ്ബിനെ കുറിച്ച് വിചാരിക്കുന്നത്? നമ്മുടെ റബ്ബ് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുക തന്നെ ചെയ്യും. നമ്മളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടും. നമ്മുടെ റബ്ബിനെക്കുറിച്ച് ഈ ഒരു ചിന്തയുണ്ടാവണം. നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അമ്പിയാക്കളുടെയൊക്കെ കഥകൾ എടുത്ത് നോക്കിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പലരും ഹിദായത്തിൻ്റെ വഴിയിലേക്ക് വരാത്തത് മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരുടെ ജീവിതം എടുത്ത് നോക്കുക, അവർക്ക് അവരുടേതായ വിഷമമുണ്ട്.
യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് അകപ്പെട്ടു. അവിടെ നിന്ന് വല്ലാതെ വിഷമിച്ചു. പക്ഷെ അപ്പോഴും പ്രതീക്ഷയുണ്ട്, ഇവർക്ക് രക്ഷപ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയാണ്. മക്കയിൽ നിന്ന് അവിടെ നിന്ന് ആട്ടി ഓടിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മക്കക്കാർ തന്നെ അംഗീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മക്കയിൽ നിന്ന് പോകുന്നത്. അള്ളാഹു തൻ്റെ ശ്രമം വിജയിപ്പിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുമ്പോൾ നമ്മൾക്ക് ഒരു മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇതോടെ തീർന്നു എന്നല്ല നമ്മൾ കരുതുക. പക്ഷെ യൂനുസ് നബി അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തും. ദിവസങ്ങളോളം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോഴും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു. അയ്യൂബ് നബി രോഗം ബാധിച്ച് എല്ലാവരും ഒഴിവാക്കിയപ്പോഴും എൻ്റെ റബ്ബിന്നി മസനിയദുർവാന്ത റഹമുറാഹിമീൻ, എനിക്കൊരു പ്രയാസം പറ്റി, പക്ഷെ നീ കാരുണ്യവാനാണ്. നീ കാരുണ്യവാനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ ഈ പ്രശ്നം മാറും, നീ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയായിരുന്നു. ഭൂമിയിലെത്തിയപ്പോൾ ഹവ്വാ റളിയല്ലാഹു അൻഹയെ കാണാതെ 100 വർഷമാണ് ഭൂമിയിൽ അരഞ്ഞു തിരിഞ്ഞ് നടന്നത്. പ്രയാസമില്ലേ? അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽക്ക് ഓരോ വ്യക്തികൾക്കും അന്നേ മുതൽക്ക് ഇക്കാലം വരെ പ്രയാസങ്ങളുണ്ട്. ഇനി ഖിയാമത്ത് വരെ ഉണ്ടാകുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായ വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരാളും തന്നെ ഈ ഭൂമിയിൽ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഓരോരോ വിഷമങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ പ്രയാസം അതല്ല മാറ്റിത്തരുമെന്ന് ഉറച്ച് വിശ്വസിക്കലാണ് ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ടത്. മാറ്റിത്തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ അങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കണം. എന്നിട്ട് കഴിവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അത്തരത്തിലുള്ള ദിക്റുകൾ അധികരിപ്പിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാര ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞ് പറയുക. അള്ളാഹ് സ്വീകരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മെ നമ്മുടെ റബ്ബ് ഒരിക്കലും കൈവിടില്ല. ഈ ഒരു ചിന്ത മാത്രം മതി. ഈ ചിന്ത ഇതൊരു ഉറച്ച നമ്മുടെ വിശ്വാസമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരിക്കലും നമ്മുടെ റബ്ബ് നമ്മളെ വെറുതെയാക്കില്ല. നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്, കരുണ ചെയ്യുന്നവനാണ്. നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ റബ്ബല്ലാതെ വേറെ ആരാണുള്ളത്? നമ്മുടെ റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തും. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആകെ തകരാതെ എല്ലാം റബ്ബിന് മുന്നിൽ സമർപ്പിക്കുക. റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. കൂടുതലായി റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തഹജ്ജുദ് രാത്രി ആരും കാണാതെ റബ്ബിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.